രാജ്യത്തെ തൊഴിലില്ലായ്മയ്ക്കും പരീക്ഷാ പേപ്പർ ചോർച്ചയ്ക്കുമെതിരെ രാജ്യവ്യാപകമായി ആളിപ്പടരുന്ന യുവജന രോഷത്തിന് നേരെ ഭീരുത്വത്തിന്റെ ആക്രമണം. ജയ്പൂരിൽ കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത് ദിപ്കെയ്ക്ക് നേരെ BJP ഭരണകൂടത്തിന്റെ തണലിലുണ്ടായ ഈ കിരാതാക്രമണം ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ്. നിങ്ങൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ ജനാധിപത്യ ഇന്ത്യയെ ലജ്ജിപ്പിക്കുന്നതാണ്. യുവാക്കളുടെ ഭാവിക്കായി സമാധാനപരമായി സംസാരിച്ച ഒരു ജനകീയ നേതാവിനെ ജനമധ്യത്തിൽ വെച്ച് ഭീരുക്കളെ പോലെ പിന്നിൽ നിന്ന് വന്ന് മുഖത്തടിക്കുന്നു. വിദ്യാഭ്യാസ മേഖലയിലെ വൻ അഴിമതികൾക്കെതിരെയും ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ ജീവിതം തകർത്ത പരീക്ഷാ പേപ്പർ ചോർച്ചയ്ക്കെതിരെയും പോലീസിന്റെ മുൻകൂർ അനുമതിയോടെയാണ് CJP ജയ്പൂരിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ലക്ഷക്കണക്കിന് യുവാക്കളുടെ ശബ്ദമായി മാറിയ അഭിജിത് ദിപ്കെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴാണ് ആസൂത്രിതമായി എത്തിയ അക്രമി ദിപ്കെയ്ക്ക് നേരെ അതിക്രമം കാട്ടിയത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ഡൽഹിയും പൂനെയും ബംഗളൂരുവുമടക്കം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ CJP നടത്തിവരുന്ന അതിശക്തമായ സമരങ്ങൾ കണ്ട് ഭയന്ന ഭരണകൂടത്തിന്റെ ഒത്താശയോടെയാണോ ഈ ആക്രമണം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ചോദ്യങ്ങൾ ചോദിക്കുന്നവരുടെ വായടപ്പിക്കാമെന്നത് ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ അഹങ്കാരം മാത്രമാണ്. എന്നാൽ ഈ ഭീഷണികൾക്ക് മുന്നിൽ CJPയും രാജ്യത്തെ യുവത്വവും തലകുനിക്കില്ലെന്ന് അഭിജിത് ദിപ്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. അടിയേറ്റതിന് പിന്നാലെ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ച വാക്കുകൾ ഇങ്ങനെയാണ്. धर्मेंद्र प्रधान शुड रिजाइन एंड नोबडी वो चाहे कितने भी हाथ उठा ले, हम अपनी तरफ से हाथ नहीं उठाएंगे. हमारी मूवमेंट पीसफुल है और हम इस मूवमेंट को पीस एंड लव के साथ ही आगे बढ़ाएंगे. ശാരീരികമായ ആക്രമണങ്ങൾ ഭയത്തിന്റെയും ഭീരുത്വത്തിന്റെയും ലക്ഷണമാണ്. ഇത്തരം ഭീഷണികൾക്ക് മുന്നിൽ ഞങ്ങൾ ശബ്ദം താഴ്ത്തില്ല. ഞാൻ ഗാന്ധിയുടെയും അംബേദ്കറുടെയും അനുയായിയാണ്. ഈ പോരാട്ടം സ്നേഹത്തോടെയും സമാധാനത്തോടെയും മുന്നോട്ടു പോകും. പരീക്ഷാ ക്രമക്കേടുകൾ നടത്തി ഉദ്യോഗാർത്ഥികളെ വഞ്ചിക്കുന്ന BJP സർക്കാരിന്റെ അഴിമതികൾക്കെതിരെയുള്ള പോരാട്ടം ഈ ചോരക്കറ പുരണ്ട അക്രമം കൊണ്ട് അവസാനിക്കില്ല എന്നുറപ്പാണ്. അഴിമതിക്കാർക്കെതിരെയും യുവാക്കളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന ഈ ധീരമായ പോരാട്ടത്തിന് ജനങ്ങൾ നൽകുന്ന പിന്തുണ ഇനിയുമേറുമെന്ന് ഉറപ്പാണ്.